നമസ്തേ. കൃഷ്ണയജുർവേദത്തിലെ ഒരു മുഖ്യ ഉപനിഷത്തായ കഠോപനിഷത്തിലെ പാഠങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാകെയുള്ള 6 വല്ലികളിൽ 1ഉം 2ഉം വല്ലികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 3ഉം 4ഉം വല്ലികളാണ് ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2ാം വല്ലിയിൽ നമ്മൾ അവസാനം കണ്ടത് ഈ നമ്മളുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ അറിയാൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാധ്യമല്ല. അതുപോലെ തന്നെ ഒരുപാട് പഠിച്ചതുകൊണ്ടോ മേധാശക്തി കൊണ്ടോ ഒന്നും സാധ്യമല്ല. ഇനി ഈ ആത്മാവ് എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്? അതൊരു നല്ല ഉപമയിൽ കൂടി ഈ യമദേവൻ നചികേതസിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഉപമ എന്താണ്? ഈ ആത്മാവെന്ന് പറയുന്നത് ശരീരമാകുന്ന രഥത്തിൻ്റെ ഉടമസ്ഥനാണ്. അതിലിങ്ങനെ ഇരിക്കുകയാണ്. രഥി എന്നാണ് ആ രഥത്തിൻ്റെ അതിൽ സഞ്ചരിക്കുന്ന ആളുടെ പേര് രഥി എന്നാണ്. ആ രഥിക്ക് വേറെ രഥവുമായിട്ട് ബന്ധപ്പെട്ട വേറെ ജോലിയൊന്നുമില്ല. അതിലിരുന്ന് സഞ്ചരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നയിക്കുന്നവരാണ്. അത് നമ്മളുടെ ബുദ്ധിയാണ്, ശരീരത്തിലെ ബുദ്ധിയാണ്. എങ്ങനെയാണ് നയിക്കുന്നത്? അത് മനസ്സാകുന്ന കടിഞ്ഞാണിലൂടെയാണ് നയിക്കുന്നത്. അപ്പം ബുദ്ധി, മനസ്സ്, എന്നിട്ട് ഈ മനസ്സെങ്ങോട്ടാണ് പോകുന്നത്? മനസ്സ് ഇന്ദ്രിയങ്ങൾ വഴി, ഇന്ദ്രിയങ്ങളിലേക്കാണ് മനസ്സ് കടിഞ്ഞാണെന്ന് പറയുന്നത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കുതിരകളാണ്, ഈ രഥത്തിൻ്റെ കുതിരകളാണ്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കടിഞ്ഞാൺ എപ്പോഴും കയ്യിൽ വേണം, ഇല്ലെങ്കിൽ അത് തോന്നിയ വഴിക്കൊക്കെ പോകും, നമ്മളെ ആപത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഈ 5 ഇന്ദ്രിയങ്ങളും 5 വഴിക്ക് പോയി നമ്മളെ ആപത്തിൽ കൊണ്ടുപോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഓരോ ഇന്ദ്രിയവും പോകുന്നത് ഓരോ വഴിക്കാണ്. അതായത് ഇന്ദ്രിയാർത്ഥങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം കണ്ണ് രൂപങ്ങളെയാണ് കാണുന്നത്. കണ്ണിന് ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ 5 ഇന്ദ്രിയങ്ങൾക്ക് 5 വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാർത്ഥങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. അത് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും, അങ്ങനെ 5 ഇന്ദ്രിയാർത്ഥങ്ങളാണ് ഉള്ളത്. ആ 5 ഇന്ദ്രിയാർത്ഥങ്ങളെ ഗ്രഹിക്കുന്നതിന് 5 ഇന്ദ്രിയങ്ങളുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നതിന് ബുദ്ധിയുണ്ട്. ബുദ്ധിയും ഇത് കാര്യങ്ങളെല്ലാം രഥം, അത് ശരീരമാവുന്ന രഥത്തിലാണ്, രഥത്തിൻ്റെ ഭാഗങ്ങളാണ്. ആ രഥത്തിൽ സഞ്ചരിക്കുന്ന ആളാണ് രഥിയാണ് ആത്മാവ് എന്ന് യമൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ശ്ലോകം വളരെ 2 മന്ത്രങ്ങൾ, അത് വളരെ പ്രശസ്തമായിട്ടുള്ള മന്ത്രങ്ങളാണ്. അത് ഞാൻ ചൊല്ലാം. ആത്മാനം രഥിനം വിദ്ധി, ആത്മാവിനെ രഥിയാണെന്ന് മനസ്സിലാക്കുക. ശരീരം രഥമേവതു, ശരീരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് രഥം. അപ്പോൾ ശരീരമാകുന്ന രഥത്തിൻ്റെ രഥിയാണ് ആത്മാവ്. രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി, ബുദ്ധിയാണ് സാരഥി, അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പം ബുദ്ധിയുടെ കയ്യിലിരിക്കുന്ന കടിഞ്ഞാണ് എന്താണ്? മനഃപ്രഗ്രഹമേവച, മനസ്സാണ്. പ്രഗ്രഹം എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ്. മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹുഹു, ഇന്ദ്രിയങ്ങളെ കുതിരകളെന്ന് പറയപ്പെടുന്നു. ഇന്ദ്രിയങ്ങൾ കുതിരകളെന്ന് പറയപ്പെടുന്നു. വിഷയാംസ്തേഷു ഗോചരാൻ, അത് സഞ്ചരിക്കുന്നത് വിഷയങ്ങളിലേക്കാണ്. ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേതി ആഹുർ മനീഷിണക, ബുദ്ധിമാന്മാർ പറയുന്നത്, അതായത് പണ്ഡിതന്മാർ പറയുന്നത്, ഈ ആത്മാവും ആത്മശക്തിയും ഇന്ദ്രിയവും മനസ്സും ചേർന്നതാണ് ഭോക്താവ്. നമ്മളുടെ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നത് ഈ 3 ഘടകങ്ങളിലൂടെയാണ്. ആത്മശക്തി, അതുപോലെ തന്നെ മനസ്സ്, ഇന്ദ്രിയം. അതിനെ നിയന്ത്രിക്കാൻ ഒരാളുണ്ട്, അതാണ് ബുദ്ധി. ഈ കാര്യങ്ങൾ അങ്ങനെയാണ് ആത്മാവിൻ്റെ ശരീരത്തിലെ സ്ഥിതി എന്ന് പറയുന്നത്. അതാണ് അവിടെ ഇരുന്ന് ആത്മാവ് ചെയ്യുന്നത് എന്താണ്? അറിയുക. അറിയിക്കുന്നതും ആത്മാവ് തന്നെയാണ്. അതായത് ബോധം ആത്മാവിൻ്റെ ഒരു പ്രധാന ഘടകമാകുന്നു. മറ്റ് 2 ഘടകങ്ങളുണ്ട്. അതായത് സത്ത്, ചിത്ത്, ആനന്ദം. ഇത് 3 ഘടകങ്ങളാണ് ആത്മാവിനുള്ളത്. അതുകൊണ്ടാണ് സച്ചിദാനന്ദം
എന്ന ആത്മാവിന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപനാണ് ആത്മാവ്. സത്തെന്ന് പറയുന്നത് നിലനിൽക്കാനുള്ള നിത്യമായ നിലനിൽപ്പിനെ കുറിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നിലനിൽക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ആ പ്രേരണ എന്ന് പറയുന്നത് ആത്മാവാണ്. അതിൻ്റെ ആത്മാവ് മൂലമാണ് ആ പ്രേരണ നമ്മളിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബോധം ശുദ്ധമായ ബോധം എന്താണ്? അതിനെക്കുറിച്ചുള്ള ബോധമല്ല, അതിനൊക്കെ അതീതമായിട്ടുള്ള ബോധം. അതിൻ്റെ ജോലി എന്താണ്? അറിയുക, അതുപോലെ തന്നെ അറിയിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് ആത്മശക്തിയിലെ ഈ ചിത്ത് എന്ന ഘടകം മൂലമാണ്. ആനന്ദം നമ്മൾ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. സുഖദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വങ്ങളാണ്. സുഖം ദുഃഖം വിപരീതങ്ങളാണ്. ഈ വിപരീതങ്ങളെല്ലാം കൂടെ ചേർന്ന് മൈനസും പോസിറ്റീവുമായിട്ട് ചേർന്ന് ഇത് രണ്ടും ഇല്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും? അതാണ് ആനന്ദം. നിത്യമായ ഒരു ആനന്ദാവസ്ഥ. സുഖവുമില്ല ദുഃഖവുമില്ല, നല്ല സുഖമായിട്ട് ശാന്താവസ്ഥയിൽ നല്ല സമീകൃതമായിട്ടുള്ളൊരവസ്ഥയിൽ കഴിയുക. അതാണ് നിത്യമായ ആനന്ദ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്നത്, ഈ ദ്വന്ദ്വ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് ആനന്ദം എന്ന ഏകാനുഭവത്തിൽ നിന്നാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്ത് ചിത്ത് ആനന്ദം ഇത് മൂന്നും ചേർന്നതാണ് ആത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് പറയുന്നത്. അതൊരു തത്വമാണ്. സച്ചിദാനന്ദം എന്ന് പറയുന്ന തത്വമാണ്, അത് ഒരു വ്യക്തിയല്ല. അതും നമ്മൾ മനസ്സിലാക്കണം. ഈ തത്വമാണ് പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളുടെയും സകല വ്യക്തികളുടെയും ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ തത്വമാണ്. ഈ തത്വത്തിന് മരണമില്ല. ഈ തത്വത്തിന് ഒരു വ്യയവും ഒരിക്കലും സംഭവിക്കുന്നില്ല. ഈ തത്വമാണ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിധേയമായിട്ടാണ് ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും നിങ്ങൾ ഏത് ചലനവും എടുത്തു, അത് ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഒന്നിൽ നിലനിൽക്കാൻ, അല്ലെങ്കിൽ അറിയാനോ അറിയിക്കാനോ, അല്ലെങ്കിൽ ആനന്ദ സുഖത്തിന്. ഇത് മൂന്ന് കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയാണ് ഈ ലോകത്തുള്ള എല്ലാ ചലനങ്ങളും നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മാവ് നിത്യനാണെന്നും എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നുവെന്നും പറയുന്നതിനുള്ള കാരണം അതാണ് സച്ചിദാനന്ദം. അതാണ് ആത്മാവ് നിത്യം. നമ്മൾ ഇതിനകത്ത് തന്നെയുള്ള ഒരു മന്ത്രത്തിൽ നമ്മൾ പഠിച്ചു. ഇത് ന ജായതേ മ്രിയതേ വാ വിഭശ്ചിത് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നമ്മൾ 2:18 നമ്മൾ കണ്ടതാണ്. ഇനി അത് ഒരിക്കലും അതിന് മരണവുമില്ല ജനനവുമില്ല. അത് നിത്യമാണ്. അത് പുരാണമാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ എന്നും ഇതുണ്ട്. ഇതിൻ്റെ പ്രഭാവമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മൾ കാണുന്നത്. പിന്നെ ഇങ്ങനെയാണ് ഈ ആത്മാവ് ഓരോ ശരീരത്തിലും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ 3, 3, 3, 4 അങ്ങനെ 2 മന്ത്രങ്ങളിൽ കൂടിയാണ് ഈ രഥ വർണ്ണന നമ്മുടെ മുൻപാകെ ഉപനിഷത്ത് അവതരിപ്പിക്കുന്നത്. ഇനി ഇതിനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ എങ്ങനെ നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഉണർന്നിരിക്കണം. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഫാക്കൽറ്റീസിനെല്ലാം ഉണർത്തി വെക്കണം, തയ്യാറായിരിക്കണം. ഉത്തിഷ്ഠത ജാഗ്രത. നമ്മൾ ആ വാക്യത്തെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളൊരു സ്വാമിയാണ് വിവേകാനന്ദ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കൊട്ടേഷനായിട്ടാണ് ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്നത്. അത് ഈ ഉപനിഷത്തിലെ 3:14 മന്ത്രമാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. പ്രാപ്യ വരാൻ ശ്രേഷ്ഠന്മാരെ പ്രാപിച്ചിട്ട് ബോധമുണ്ടാക്കുക, അറിവുണ്ടാക്കുക. ക്ഷുരസ്യധാര നിശിത ദുരത്യയ. ഈ മാർഗമെന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളതാണ്. അതായത് കത്തിയുടെ വായ്ത്തലയിൽ കൂടി നടക്കുന്നത് പോലെയാണ് ഇത്. വലിയ പ്രയാസമാണ് കടന്നു കിട്ടാൻ എന്നുള്ളതും ഈ മന്ത്രം വെളിപ്പെടുത്തുന്നു. അതാണ് ഇവിടുത്തെ ഉപദേശം. അതായത് നിങ്ങളെപ്പോഴും നല്ല ജാഗ്രതയോടെ ഇരിക്കണം. നിങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് ഉണർന്നിരിക്കണം. അതിന് സഹായം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ശ്രേഷ്ഠന്മാരെ പ്രാപിച്ച് നിങ്ങൾ ആ അറിവ് നേടണം. ഇതാണ് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ 3:14 മന്ത്രത്തിലാണ് ഇത് ഇങ്ങനെ
ഈ ഉത്തിഷ്ഠത ജാഗ്രത 3:14 മന്ത്രമാണ്. അതിനു മുമ്പ് വേറൊരു കാര്യം പറയുന്നു. 3:10, 3:11, അതായത് ആത്മാവിൻ്റെ ശരീരത്തിലെ ഇരിപ്പിനെക്കുറിച്ച് പറയുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, ആത്മശക്തിയിൽ അത് ആദ്യം ഈ സൃഷ്ടിക്ക് വേണ്ടി, അതായത് പ്രപഞ്ചത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് എന്താണ്? തന്നിൽ 0 ഊർജം രൂപത്തിൽ അടങ്ങിയിരിക്കുന്ന ഭൗതിക ഊർജത്തെ ഉത്തേജിപ്പിക്കുന്നു, ഉണർത്തി നിർത്തുന്നതിനാണ് ഈ അവ്യക്തം എന്ന് പറയുന്നത്. ആ അവസ്ഥയ്ക്ക് അവ്യക്തം എന്നാണ് പറയുന്നത്. അവ്യക്തം, ആ ഭൗതിക ഊർജത്തെ ഉണർത്തി നിർത്തുമ്പോൾ അതിന് പ്രകൃതി എന്നാണ് പറയുന്നത്. ഈ പ്രകൃതിയും ആത്മാവും, ഇങ്ങനെ പ്രകൃതിയെ ഉണർത്തിയ ആത്മാവിന് പറയുന്ന പേരാണ് പുരുഷൻ. പുരുഷ പ്രകൃതി ദ്വന്ദ്വം ആദ്യമായിട്ടുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ദ്വന്ദ്വത്തെയാണ് അവ്യക്തം എന്ന് പറയുന്നത്. ആ അവ്യക്തം ആ ബ്രഹ്മം തന്നെയാണ്. അവ്യക്തത്തിൽ നിന്നാണ് അതിന് വികസിക്കാൻ തുടങ്ങുമ്പോൾ അത് മഹത്ത് എന്നാണ് പറയുന്നത്. മഹാനാത്മാ എന്നാണ് ആ അവസരത്തിൽ പറയുന്നത്. അതാണ് ബ്രഹ്മം വികസിച്ചാണ് പ്രപഞ്ചമുണ്ടായതെന്ന് പറയപ്പെടുന്നത്. അത് പല മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മം വികസിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളതെന്ന്. ബ്രഹ്മം ഉണ്ടാകുന്നത് ആത്മാവിൽ നിന്നാണെന്നും അതിൽ പറയുന്നുണ്ട്. അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. അപ്പോൾ ഈ രീതിയിലാണ് പ്രപഞ്ചം ഉണ്ടായി വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ശരീരമുണ്ടാകുന്നു. ശരീരത്തിൽ അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങൾ വെളിയിലുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ്, ആത്മാവിൽ നിന്നാണ് ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായി വരുന്നത്. അതും കൂടി ഈ 3:10, 3:11 മന്ത്രങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അത് മന്ത്രജ്ഞാനം വെച്ചാൽ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്നുവെച്ചാൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ അർത്ഥങ്ങളാണ്. നമ്മൾ ഈ നമ്മളിപ്പോൾ രഥി അനുഭവിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ആ രഥി അനുഭവിക്കുന്നതിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അർത്ഥങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥങ്ങളാണ്. ആ അർത്ഥങ്ങളെക്കാൾ സൂക്ഷ്മമായിട്ടുള്ള മനസ്സ് എന്ന് വെച്ചാൽ ഈ അർത്ഥങ്ങളാണ് മനസ്സിലേക്ക് ചെല്ലുന്നത്. അത് ഏറ്റവും സൂക്ഷ്മമായിട്ട് ചെന്നാൽ ശബ്ദസ്പർശ രൂപരസങ്ങളാണ്, രസഗന്ധങ്ങളാണ് ഉള്ളിലേക്ക് ചെല്ലുന്നത്. അത് ഈ ഇന്ദ്രിയങ്ങളെക്കാൾ എന്തായാലും അത് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനസ്സിൽ അതിലേക്ക് ക്യാരി ചെയ്യപ്പെടുന്നു. മനസ്സ് അത് ബുദ്ധിക്ക് വിധേയമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആ ബുദ്ധിയും കൂടെ ചേർന്നതാണ് ഈ വികസിക്കുന്ന ആത്മാവ്. അതായത് മഹാനാത്മാ, അതായത് അവ്യക്തത്തിൽ നിന്ന് ഇങ്ങനെ വികാസം, അതായത് രൂപങ്ങളുണ്ടായി തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് മഹാനാത്മാ എന്ന് പറയുന്നത്. രൂപങ്ങളുണ്ടായി തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രകൃതി പുരുഷ ദ്വന്ദ്വത്തിനാണ് മഹത്ത് അല്ലെ അവ്യക്തം എന്ന് പറയുന്നത്. ആ മഹത്താവുന്നതിന് മുമ്പുള്ള, അതായത് രൂപങ്ങളുണ്ടായി തുടങ്ങുന്നതിന് മുമ്പുള്ള പുരുഷ പ്രകൃതി സംയുക്തത്തിനാണ്, പുരുഷ പ്രകൃതി ദ്വന്ദ്വത്തിനാണ് ഇങ്ങനെ അവ്യക്തം എന്ന് പറയുന്നത്. അത് അന്നേരം ഡിഫറൻഷിയേഷൻ നടന്നിട്ടില്ല, ഓരോ രൂപങ്ങളായിട്ട് മാറിയിട്ടില്ല. രൂപങ്ങളായിട്ട് മാറുന്നതിന് മുമ്പുള്ള അവസ്ഥയ്ക്കാണ് അവ്യക്തം എന്ന് പറയുന്നത്. അവ്യക്തത്തിൽ നിന്ന് പിന്നെ രൂപങ്ങളായിട്ട് മാറുന്നു, അത് പ്രപഞ്ചം സംഭവിക്കുന്നു. ഇതാണ് ഈ 3:14 കാര്യം നമ്മൾ പറഞ്ഞു, ഉത്തിഷ്ഠത ജാഗ്രത. ഇനി ഇതിനകത്തിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു മന്ത്രം കൂടി നമുക്ക് നൽകുന്നുണ്ട്. ഈ വല്ലി, 3-ാം വല്ലി, അത് 3:15 ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സിനെ അവതരിപ്പിക്കുന്ന ഒരു മന്ത്രമാണ്. ആ മന്ത്രം ഇങ്ങനെയാണ്: അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, തഥ അരസം, രസമില്ലാത്തത്, നിത്യം, അഗന്ധവത് ച യത്. ഏതാണോ ശബ്ദമില്ലാത്തത്, സ്പർശമില്ലാത്തത്, രൂപമില്ലാത്തത്, അവ്യയമായിട്ടുള്ളത്, അത് നശിച്ചു പോകാത്തത്, രസമില്ലാത്തത്, അതുപോലെ തന്നെ നിത്യമായത്, ഗന്ധമില്ലാത്തത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുകൊണ്ട് അതിനെ അറിയാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ഇതാണ്. അശബ്ദം, അതിന് ശബ്ദത്തിന് അങ്ങോട്ട് ഭേദിച്ച് ചെല്ലാൻ പറ്റത്തില്ല.
ശബ്ദത്തിനും സ്പർശത്തിനും ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾക്കൊന്നും അതിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതാണ്. അങ്ങനെയുള്ളത് നിത്യമായിട്ടുള്ളതാണ്, അതുപോലെ തന്നെ അവ്യയമായിട്ടുള്ളതാണ്. അനാദി അനന്തം, ആദിയും അന്തവുമില്ലാത്ത മഹതപരം ധ്രുവം, നിത്യമായിട്ടുള്ള ധ്രുവം എന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്ന ആ ശ്രേഷ്ഠമായ തത്വത്തെ, ആ ശ്രേഷ്ഠമായ ശക്തിയെ അറിഞ്ഞ് അതായി മാറിയാൽ, അതിൽ ലയിച്ചാൽ, നീച്ചായ എന്നാണ് അതിനർത്ഥം, മൃത്യുമുഖാത് പ്രമുച്യതേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൃത്യുവിൽ നിന്ന് മോചിപ്പിക്കപ്പെടും, നിങ്ങൾക്ക് മരണമുണ്ടാവില്ല. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? നിങ്ങൾ ആത്മജ്ഞാനം നേടിയാൽ, ആത്മജ്ഞാനം നേടിയ പോരാ, ആത്മസാക്ഷാത്കാരം നേടിയാൽ നിങ്ങൾ തത്വത്തിന് തുല്യമായ ഒരു അവസ്ഥയിലെത്തണം. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾക്കൊന്നും നിങ്ങളെ ഭേദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തണം. അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതാണ് ഈ കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കുന്നത് പോലെയുള്ള ഒരു അഭ്യാസമാണത്. അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചാൽ, ആത്മസാക്ഷാത്കാരം നേടിയാൽ, ആ തത്വവുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചാൽ നമ്മൾ മൃത്യുമുഖത്തിൽ നിന്ന് രക്ഷപ്പെടും. അതായത് മൃത്യുവിന് നമ്മളെ പിന്നെ കീഴടക്കാൻ പറ്റത്തില്ല. അതാണ് അമരത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇതറിയണം, ഈ തത്വത്തെ അറിയണം. തത്വത്തെ അറിഞ്ഞാലുള്ള തത്വം എന്താണ് ശരിക്ക്? അത് ദ്വന്ദ്വാതീതമായിട്ടുള്ളതാണ്. ഒരിക്കലും ദ്വന്ദ്വങ്ങൾക്ക് വഴങ്ങുന്നതല്ല, ദ്വന്ദ്വങ്ങൾക്ക് അതീതമാണത്. അപ്പം ദ്വന്ദ്വങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരവസ്ഥയില്ല. അതായത് ദ്വന്ദ്വങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കണം. നമ്മൾ കീഴ്പ്പെടാതിരുന്നാൽ നമുക്ക് ആ തത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാം. അത് വലിയ പ്രയാസമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഈ അമരത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മൃത്യു എന്നാൽ എന്ത്? അപ്പോൾ ഇത് അറിവില്ലായ്മ, അതായത് ദ്വന്ദ്വങ്ങൾക്ക് കീഴടങ്ങുന്നതാണ് മൃത്യു എന്ന് ഇതിൽ സൂചിപ്പിക്കുന്നു. ഇനി 4-ാം വല്ലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുന്ന മൃത്യു എന്താണെന്നുള്ളത്, മരണം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടൊരു മന്ത്രത്തിൽ പറയുകയാണ്. 4:2 മന്ത്രം. പരാജകാമാൻ അനുയന്തി ബാലാഹ. മന്ദബുദ്ധികളായിട്ടുള്ളവർ, അതായത് മൂഢന്മാരായിട്ടുള്ളവർ എന്താണ്? കാമങ്ങൾക്ക് പുറകെ പോകുന്നു. കാമങ്ങൾ, വെളിയിലുള്ള ഭോഗവസ്തുക്കളുടെ പുറകിലങ്ങ് പോവുകയാണ് ഈ മൂഢന്മാർ. അവർ എങ്ങനെയാണ്? മൃത്യു വലയം വിരിച്ചിരിക്കുകയാണ്. ആ മൃത്യുവിൻ്റെ വലയിൽ തന്നെയാണ് അവർ ചെന്ന് വീഴുന്നത്. അതായത് ഈ കാമങ്ങൾക്ക് അടിപ്പെടുന്നവനാണ് മൃത്യുവിൻ്റെ വലയിൽ ചെന്ന്, അല്ലെങ്കിൽ മൃത്യുവിന് മരണം സംഭവിക്കുന്ന അങ്ങനെയുള്ളവനാണ്. കാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആഗ്രഹങ്ങളല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ആഗ്രഹങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെറും ആഗ്രഹങ്ങളല്ല. കാമങ്ങൾ എന്താണെന്ന് ഗീതയിൽ പറയുന്നുണ്ട്. 2:62, 2:63 ശ്ലോകങ്ങളിൽ ഗീത കാമങ്ങൾ എന്താണെന്നും കാമങ്ങൾ വഴി നമ്മൾ അവസാനം മരണത്തിലേക്ക് എങ്ങനെ ചെന്നെത്തുന്നുവെന്നും നല്ല ഭംഗിയായിട്ട് വിശദീകരിക്കുന്ന 2 ഗീതാശ്ലോകങ്ങളാണ് 2:62, 2:63. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. ഇതാണ് സംഭവിക്കുന്നത്, നമുക്കൊക്കെ സംഭവിക്കുന്നത്. ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ. ഒരേ കാര്യത്തിൽ തന്നെ നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അതിനോടൊരു അടുപ്പം നമുക്ക് തോന്നും. ഇതാണ് ആദ്യം പറയുന്നത്. സംഘാത് സഞ്ജായതേ കാമഃ. എന്താണെന്നേരം കാമം? സംഘത്തെ കുറച്ചുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ്, റീഇൻഫോഴ്സ് ചെയ്ത് വരുന്നതാണ് ഈ കാമം എന്ന് പറയുന്നത്. വെറും ഇഷ്ടങ്ങൾ, വെറും ആഗ്രഹങ്ങളോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത്, അവിടെ ചെല്ലണമെന്നുള്ളൊരു ആഗ്രഹം എന്തുമായാലും നമ്മുടെ മനസ്സിൽ കാണും. നമ്മുടെ ലക്ഷ്യം തന്നെ അതാണ്. അപ്പം അവിടെ എത്തിപ്പെടണം. അതായത് നമുക്ക് ഇത് സാധനം ഇല്ലാതെ പറ്റത്തില്ല
എന്നൊരു അവസ്ഥയിലേക്ക് എപ്പോഴാണ് അത് കാമമായി തീരുന്നത്. സംഘാത് സഞ്ജായതേ കാമക കാമാത് ക്രോധോ വിജായതേ. അപ്പോൾ ആ കാമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം ക്ഷോഭവും ഒക്കെ ഉണ്ടാകും. അതിൽ നിന്നും ബുദ്ധിനാശം വരെ സംഭവിക്കും. ബുദ്ധിനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരണം തന്നെയാണ്. ബുദ്ധിനാശത്തിൽ നിന്നാണ് മരണം ഉണ്ടാകുന്നത്. എന്ത് കാര്യങ്ങൾ വ്യക്തമായിട്ടും മനസ്സിലാക്കി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയെത്തും. നമ്മൾ സർവനാശത്തിലേക്കായിരിക്കും പോകുന്നത്. അതാണ്. അപ്പം കാമങ്ങൾക്ക് വഴിപ്പെടരുത്, വഴിപ്പെടുന്നതാണ് മരണം എന്ന് ഗീത തന്നെ അവിടെ 2:62, 2:63 മന്ത്രങ്ങളിൽ ശ്ലോകങ്ങളിൽ പഠിപ്പിക്കുകയാണ്. ഇനി ഇതിനെന്താണ് ചെയ്യേണ്ടത്? ധീരന്മാർ, അതായത് ഇങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. ഈ ധീരന്മാരായിട്ടുള്ളവർ, അതായത് ബുദ്ധിമാന്മാരായിട്ടുള്ളവർ എന്താണ് ചെയ്യുന്നത്? അവർക്ക് എന്താണ് അമരത്വം എന്നുള്ളത് അവർക്കറിയാം. അവരത് മനസ്സിലാക്കിയിട്ട് ഈ അധ്രുവമായ ഇങ്ങനെ സ്ഥിരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ ആഗ്രഹിക്കത്തില്ല. അവർ ഈ ആഗ്രഹങ്ങളെയെല്ലാം, ഈ കാമങ്ങളെയെല്ലാം അവരുടെ മനസ്സിൽ നിന്ന് മാറ്റും. കാമങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റുന്നവർക്ക് ഒരിക്കലും മരണം സംഭവിക്കുന്നില്ല. അവർ അമരന്മാരായിത്തീരുന്നുവെന്നാണ് ഇതേ ഉപനിഷത്തിൽ തന്നെ 6-ാം വല്ലിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേറെ പല ഉപനിഷത്തുകളിലും പറയുന്നുണ്ട്. അപ്പം ഇനി 4 അങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ 4:10 പറയുന്നു, ഇവിടെ ഉള്ളതും ഇനി വരാനിരിക്കുന്നതും എല്ലാം ഒരേ ശക്തിയുടെ പ്രകടനങ്ങളാണ്. അപ്പം പിന്നെ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരേ ഒരു ശക്തിയുടെ പ്രകടനങ്ങൾ, ആ ഏകമായ ശക്തിയെ കാണാതെ നീ പലതും വ്യത്യസ്തമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതായത് ഈ ഓരോ ഇനി വരാനിരിക്കുന്നത് മാത്രമല്ല, അപ്പുറത്ത് നമ്മൾ കാണുന്നതും ഇപ്പുറത്ത് കാണുന്നതും എല്ലാം ഒരേ ശക്തിയുടെ പ്രകടനങ്ങളാണ്. അവിടെ ആ ഒരേ ശക്തിയെ നീ കാണുന്നില്ലെങ്കിൽ, വ്യത്യസ്തമായിട്ടാണ് കാണുന്നതെങ്കിൽ നിനക്ക് അതിനോട് ഇഷ്ടങ്ങൾ വരാം, അല്ലെങ്കിൽ വെറുപ്പ് വരാം. അങ്ങനെ നീ ഈ ദ്വന്ദ്ങ്ങൾക്ക് വഴങ്ങിപ്പോവും. അങ്ങനെ നിൻ്റെ തകർച്ചയും സംഭവിക്കും. അവന് ഓരോ സ്ഥലത്തു നിന്നും തകർച്ച സംഭവിക്കും. അതായത് മൃത്യുവിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കും. പലതായി കാണുന്നവൻ, ഏകമായി കാണുന്നവൻ ഒരിക്കലും അങ്ങനെ, അതായത് എല്ലാത്തിലും ഏകമായ ആ തത്വത്തെ കാണുന്നവന് മരണമില്ല. അതാണ്. എന്നുവെച്ചാൽ അവന് കാമങ്ങളില്ല, അവന് മരണവുമില്ല, അവന് മോഹങ്ങളുമില്ല, അവന് മോഹഭംഗങ്ങളുമില്ല. ഇത് ഈശാവാസ്യ ഉപനിഷത്തിൽ നമ്മൾ കണ്ടതാണ്. 5 ഈശാവാസം 7-ലാണ് നമ്മൾ കണ്ടത്. യസ്മിൻ സർവാണി ഭൂതാനി ആത്മേവ അഭൂത് വിജാനതഃ. ആരിലാണോ എല്ലാം ആത്മാവാണെന്ന് ഉള്ള ബോധം ഉദിച്ചിട്ടുള്ളത്, അവനെ എങ്ങനെയാണ് മോഹിക്കാൻ പറ്റുന്നത്? അവനെങ്ങനെയാണ് ശോകമുണ്ടാകുന്നത്? ഇതാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അത് ഈശാവാസ്യ ഉപനിഷത്ത് നമ്മൾ പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പലതായി കാണുന്നവൻ തീർച്ചയായിട്ടും അവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുള്ള മരണമെന്ന് പറയുന്നത്. ഇനി ഈ ആത്മശക്തി നമ്മളുടെ ഉള്ളിൽ ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമ്പ് സൈസ്, അങ്കുഷ്ട മാത്രമാണ് അതിൻ്റെ വലിപ്പം. ആത്മാവിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞത് അങ്കുഷ്ട മാത്രം, തള്ളവിരലിൻ്റെ മാത്രം വലിപ്പമേ ഉള്ളൂ. അത് നമ്മളുടെ ഉള്ളിലാണ്. എല്ലാ ഭൂതങ്ങൾ, കഴിഞ്ഞതിനെയും ഇനി വരാനിരിക്കുന്നതിനെയും എല്ലാം നിയന്ത്രിക്കുന്ന ശക്തിയാണത്. അത് മധ്യ ആത്മനെ തിഷ്ഠത എന്ന് വെച്ചാൽ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്തചംക്രമണത്തിൻ്റെ ഹൃദയമല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആ ഹൃദയം എന്താണെന്ന് പ്രശ്നോപനിഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹൃദയത്തിലാണ്, ഈ ഹൃദയമല്ല, വേറൊരു ഹൃദയമുണ്ട്. ഹൃദയത്തിൽ നാഡികൾ ഘടിപ്പിച്ചിരിക്കുന്നു. നാഡികളുടെ എണ്ണവും അതുപോലെ തന്നെ വിശദമായിട്ട് പ്രശ്നോപനിഷത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഹൃദയം എന്ന് പറയുന്നത് തലാമസ് എന്ന് പറയുന്ന
നമ്മുടെ ശരീരശാസ്ത്രം തലാമസ് എന്ന് പറയുന്ന ഒരു അവയവമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ തൊട്ട് താഴെയായിട്ട് വരും. ഈ പുരിയങ്ങളുടെ നടുവിലൂടെ ഒരു വര അങ്ങോട്ട് വരച്ചല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുത്തി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ നെറുകയിൽ നിന്ന് താഴോട്ട് വരുന്ന ആ ലൈനും തമ്മിൽ ഖണ്ഡിക്കുന്ന ഏകദേശം ആ സ്ഥലത്താണ് ഈ തലാമസ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ എന്താണ് തലച്ചോറിൻ്റെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ തൊട്ട് മേളിലായിട്ട് അത് അവിടെ സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ ജോലി എന്താണ്? അതിൻ്റെ ജോലി സ്വിച്ച് ബോർഡ് ഓഫ് ഇൻഫർമേഷൻ എന്നാണ് അതിനെ ആധുനിക അനാട്ടമിസ്റ്റുകൾ പറയുന്നത്. സ്വിച്ച് ബോർഡ് ഓഫ് ഇൻഫർമേഷൻ. എല്ലാ വിവരങ്ങളും അവിടെ വരും. മേലോട്ടുള്ളതും താഴോട്ടുള്ളതും എല്ലാം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും ഈ നെർവ്സ് നാഡികളിലൂടെ അവിടെ എത്തുന്നു. അതാണ് ഹൃദയം എന്ന് പറയുന്നത്. ഈ തലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിലുള്ള ഒരു വാക്കാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നർ ചേംബർ എന്നാണ്. ഹൃദയം എന്ന് പറഞ്ഞാലും സംസ്കൃതത്തിൽ ഇന്നർ ചേംബർ എന്ന് തന്നെയാണ് അർത്ഥം. അതാണ് ഇവിടെ നമ്മൾ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഹൃദയം, അല്ലാതെ രക്തചംക്രമണത്തിൻ്റെ ഹൃദയമല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കും. ബോധകേന്ദ്രമാണത്. അപ്പോൾ അത് ഇതിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാം അതിൻ്റെ നാഡികൾ അങ്ങോട്ട് ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ശരീരത്തിലുള്ള എല്ലാ വിവരങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുകൊണ്ട് അറിയുന്ന എല്ലാ വിവരങ്ങളും വരുന്നത് ആ ഇൻഫർമേഷൻ സെൻറ്ററിലാണ്, തലാമസിലാണ്. തലാമസിൽ നിന്ന് ആ വിവരങ്ങൾ തലച്ചോറിലേക്ക് പോകുന്നു, ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് അയക്കപ്പെടുന്നു. അങ്ങനെ ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് അയക്കുമ്പോൾ അവിടെ ഈ വിവരങ്ങളെല്ലാം പരിശോധിച്ച് അതിന് വേണ്ട തീരുമാനങ്ങളെടുക്കുന്നു. ഉത്തരവുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉത്തരവുകൾ കൊടുക്കുന്നു. അത് വീണ്ടും തലാമസിലെത്തുന്നു. അവിടെ നിന്ന് ഏത് ഭാഗത്തേക്ക് ഇത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു. അതായത് ഇപ്പം നമ്മളുടെ കാലയിൽ ഒരു ഉറുമ്പ് വന്നിരുന്ന് കടിക്കുന്നിരുന്നോട്ടെ, ആ വിവരം ഉടനെ തന്നെ തലാമസിലെത്തും. തലാമസ് ഈ സ്പർശം അറിയുന്ന ആ തലച്ചോറിൻ്റെ ഭാഗത്തേക്ക് അയക്കുന്നു. അവിടുന്ന് ഒരു തീരുമാനങ്ങളെടുത്തിട്ട് വരുന്നു. ഇതിനെ കൈക്കൊരു ഉത്തരവ് കൊടുക്കുന്നു, അടിച്ചേക്കാൻ. അങ്ങനെ കൈ വന്നിട്ട് നമ്മൾ ആ ഉറുമ്പിനെ അടിച്ചു കൊല്ലുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ഇൻഫർമേഷനും വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ തലാമസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഈ കേന്ദ്രത്തിലേക്കാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ ആത്മാവ് സ്ഥിതി ചെയ്യുന്നതായിട്ട് ഈ മന്ത്രത്തിൽ പറയുന്നത്. അങ്കുഷ്ടമാത്ര പുരുഷോ മധ്യ ആത്മനി തിഷ്ഠതേ. ഈ ശരീരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. മധ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ഞാനിവിടെ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അങ്കുഷ്ടം അത്ര കൈവിരലിൻ്റെ അത്രയേ ഉള്ളൂ ആത്മാവ്. സർവ്വവ്യാപിയായ ആത്മാവ് കൈവിരലിൻ്റെ അത്രയേ ഉള്ളെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹർഷിമാർക്കൊക്കെ ഇതിൻ്റെ ഫിസിയോളജിയും അറിയാമായിരുന്നു നമ്മൾ സമ്മതിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ തലാമസിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു വി ആകൃതിയിലുള്ള ഒരു മാംസപിണ്ഡമാണത്. ശരിക്കും ഒരു പേശിയാണ്. ആ പേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു 3 ഇഞ്ച് നീളമേ ഉള്ളൂ. അത് 2 മടക്കും കൂടെ ചേർന്ന് ഈ ഒരു മടങ്ങി ഇങ്ങനെ ഇരിക്കുന്നു, ചന്ദ്രക്കല പോലെ ഇരിക്കുന്ന ഒരെണ്ണമാണ്. ഉദ്ദേശം വലിപ്പം രൂപമാണ് ഞാൻ പറയുന്നത്. അതാണ് അതിൻ്റെ രൂപം. അപ്പോൾ അത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ തള്ളവിരലിൻ്റെ അത്രയേ വരുള്ളൂ. ഇതാണ് ഈ അങ്കുഷ്ടമാത്രം എന്ന് പറഞ്ഞ ആ പദത്തിൻ്റെ സൂചന. അപ്പോൾ ഇവിടെ ഈ 4-ാം വല്ലിയിൽ 2 സ്ഥലത്ത് പറയുന്നുണ്ട്. മറ്റ് ഉപനിഷത്തുകളിലും ഇത് ശ്വേതാശ്വതരത്തിൽ ഇത് അങ്കുഷ്ടമാത്ര പുരുഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പുരുഷൻ ഇരിക്കുന്ന ഹൃദയത്തിനാണ് ഈ അങ്കുഷ്ടമാത്രം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ മാത്രമേ ഉള്ളതെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾക്കിപ്പോൾ എന്താണ് ഗ്രാവിറ്റി നമുക്കൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ഏത് വസ്തു എടുത്താലും അതിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒരു പോയിൻ്റാണ്. ആ പോയിൻറ്റിൽ അങ്ങനെ ഒരു സാധനം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്രാവിറ്റി അവിടെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളതാണോ? അല്ല, എല്ലായിടവും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ
ആത്മാവ് ഹൃദയത്തിലിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ മാത്രമല്ല, എല്ലായിടവും ഉണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രമായിട്ട് ഈ ഹൃദയത്തെ കണ്ടാൽ മതി, ബോധ കേന്ദ്രത്തെ കണ്ടാൽ മതി. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ വല്ലിയിലെ അവസാനത്തെ മന്ത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് എന്തുകൊണ്ട് വെള്ളത്തോട് ചേർന്നാൽ, ശുദ്ധമായ വെള്ളം ശുദ്ധമായ വെള്ളത്തോടു കൂടി ചേർന്നാൽ രണ്ടും ശുദ്ധം തന്നെയായിത്തീരും. അതുപോലെ പണ്ഡിതനായിട്ടുള്ള, അറിയുന്നവനായിട്ടുള്ള, എല്ലാം ബോധം തെളിഞ്ഞ ഒരു മുനി അതുപോലെ തന്നെ ആത്മാവായി മാറും എന്നർത്ഥം. അറിവുള്ള മുനി, അറിവ് നേടിയ മുനി, വിജാനത മുനേർ ഏവം മുനേർ വിജാനത ആത്മാഭവതി ഗൗതമ, ആത്മാവ് തന്നെ അറിയാം. അപ്പം ആത്മജ്ഞാനം നേടിയവൻ ആത്മാവ് തന്നെ ആയിത്തീരും എന്നാണ് ഈ മന്ത്രം നമ്മളോട് പറയുന്നത്. അപ്പോൾ ആത്മജ്ഞാനം നേടണം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ദ്വന്ദ്വ അതീതമായിട്ടുള്ളൊരവസ്ഥയിൽ നമ്മളെത്തും. നമ്മൾ അതായത് നിത്യമായ ആനന്ദത്തെ പ്രാപിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അത് യഥോദകം ശുദ്ധേ ശുദ്ധം ആസിക്തം താതൃകേവ ഭവതി. അപ്പോൾ ശുദ്ധമായ വെള്ളം ശുദ്ധമായ വെള്ളത്തിലേക്ക് തന്നെ ഒഴിച്ച് രണ്ടും ചേർന്ന് ഒന്നാകുന്നത് പോലെ ഏവം മുനേർ വിജാനത ആത്മാഭവതി ഗൗതമ. ഹേ ഗൗതമ, ഗൗതം എന്ന് പറഞ്ഞാൽ നചികേതസ് ഗൗതമ കുലത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് അയാളെ ഗൗതമ എന്ന് വിളിക്കുന്നത്. ഏവം മുനേർ വിജാനത ആത്മാഭവതി ഗൗതമ. അപ്പോൾ ഇത് നമ്മൾ 3ഉം 4ഉം വല്ലികളിപ്പോൾ കണ്ടു. ഇനി ബാക്കിയുള്ള 5ഉം 6ഉം വല്ലികളാണ്. ഇതുവരെയും യമദേവൻ നചികേതസിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴെല്ലാം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമരത്വം എന്താണ്, അല്ല മൃത്യു, അത് മരണം എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം എന്തായിരിക്കും ഇതിനുള്ള, ഇനി അടുത്ത വല്ലിയിൽ 5ആം വല്ലിയിൽ ഇതിനുള്ള ഉത്തരം യമദേവൻ നൽകുന്നുണ്ട്, നചികേതസിന് നൽകുന്നുണ്ട്. ആ നചികേതസിന് നൽകുന്ന ഉത്തരം വളരെ ഹ്രസ്വമായിട്ടുള്ള ഒറ്റ മന്ത്രത്തിലാണ് അർത്ഥം പറയുന്നത്. ഒറ്റ മന്ത്രത്തിലാണ് ആ ഉത്തരം നൽകുന്നത്. അതിന് മുമ്പേ പറയുന്നുണ്ട്, ഗൗതമ, നചികേതസേ, നിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നൽകുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.